ഛത്തീസ്ഗഡിലെ വനാന്തരങ്ങളിൽ ശത്രുക്കൾ ഒളിപ്പിച്ചുവെച്ച മാരകമായ കുടിബോംബുകൾ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെ നമ്മുടെ 4 ധീരജവാന്മാർ വീരമൃത്യു വരിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കായി സ്വന്തം ജീവിതം പണയപ്പെടുത്തിയ ഈ ധീരരുടെ വേർപാട് ഈ ഭാരതമണ്ണിലെ ഓരോ പൗരനും അറിഞ്ഞിരിക്കണം. നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മൾ നടത്തുന്ന ഓരോ ചലനവും നിശ്ചലനവും പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം ഇത്രയും സൗകര്യമായി ഇവിടെ നടക്കുന്നത് അതിർത്തികളിൽ ഈ ധീരജവാന്മാർ കാവൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ശത്രുക്കളുടെ ഓരോ നീക്കങ്ങളെയും തടഞ്ഞു നിർത്തി അവർ അവിടെ ജാഗ്രതയോടെ നിലകൊള്ളുന്നതുകൊണ്ടാണ് നമുക്കിവിടെ സമാധാനമായി ഉറങ്ങാനും നമ്മുടെ ഇഷ്ടാനുസരണം ജീവിക്കാനും സാധിക്കുന്നത്. വലിയ മാളുകളിൽ ഉല്ലസിക്കുന്നതും തിയേറ്ററുകളിൽ സിനിമ കണ്ട് ആസ്വദിക്കുന്നതും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ പോയി വരുന്നതുമെല്ലാം ഈ ജവാന്മാർ നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പിലാണ്. നമ്മളിവിടെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ സുഖമായി വിശ്രമിക്കുമ്പോൾ അപ്പുറത്ത് ലഡാക്കിലെയും കാശ്മീരിലെയും അതിർത്തികളിൽ ചോര മരവിക്കുന്ന തണുപ്പിലും രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങളിലും ശ്വാസം പോലും തടയുന്ന ദുർഘടമായ മലനിരകളിലും അവർ ഉറക്കമില്ലാതെ കാവൽ നിൽക്കുകയാണ്. ഈ ജവാന്മാർ അനുഭവിക്കുന്ന ആ കൊടും തണുപ്പും ചൂടും കഷ്ടപ്പാടുകളുമാണ് നമുക്കിവിടെ ഈ എയർ കണ്ടീഷൻ മുറികളിലെ സുഖം നൽകുന്നത്. പക്ഷേ സങ്കടകരമായ ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾക്കും അനാവശ്യ തർക്കങ്ങൾക്കും വേണ്ടി മണിക്കൂറുകൾ മാറ്റിവെക്കുന്ന നമ്മുടെ ചാനലുകളൊന്നും ഈ ജവാന്മാരുടെ ത്യാഗത്തെക്കുറിച്ച് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാറില്ല. ഒരു ചാനലുകളിലും ഇവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചോ ഇവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചോ ഗൗരവമായ ചർച്ചകൾ നമ്മൾ കാണാറില്ല. വാർത്തകൾ വരികയും മിനിറ്റുകൾക്കുള്ളിൽ മാഞ്ഞു പോവുകയും ചെയ്യുന്നു. വീരമൃത്യു വരിച്ച ഈ ജവാന്മാരുടെ വീടുകളിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അച്ഛൻ അടുത്ത തവണ വരുമ്പോൾ തനിക്ക് സമ്മാനങ്ങളുമായി വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന പിഞ്ചുമക്കളും സ്വന്തം മകൻ യൂണിഫോം ഇട്ട് പടിവാതിൽ കടന്നു വരുന്നത് കാണാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന വയസ്സായ മാതാപിതാക്കളും ഇന്ന് തകർന്നു പോയിരിക്കുകയാണ്. മക്കളുടെ കളിചിരി കാണാനോ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാനോ ഭാഗ്യമില്ലാതെ നമുക്ക് വേണ്ടി അതിർത്തിയിൽ മഞ്ഞിലും വെയിലിലും അവർ നിലകൊണ്ടു. ആ കാവലാണ് നമ്മുടെ സമാധാനം. രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ ഈ രാജ്യത്തെ സകല മനുഷ്യരെയും ഒരേപോലെ കണ്ട് കാവൽ നിൽക്കുന്ന ഈ സൈനികരോട് നമുക്കുള്ള കടപ്പാട് വാക്കുകൾക്കപ്പുറമാണ്. നമ്മുടെ അതിർത്തി കാക്കുന്നവർക്ക് സംഭവിക്കുന്ന വേദനകൾ നമ്മളെല്ലാവരും അറിയണം. അതുകൊണ്ട് ജവാന്മാരെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇത് ഷെയർ ചെയ്യണം. ഇത് കേവലം ഒരു വാർത്തയല്ല, നമുക്ക് വേണ്ടി മരിച്ചവർക്ക് നമ്മൾ നൽകുന്ന അന്ത്യപ്രണാമമാണ്. ആ 4 വീരപുത്രന്മാർക്കും 1000 ആദരാഞ്ജലികൾ.